ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. സങ്കീർത്തനം 34:5 അവനെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നിറഞ്ഞ് 15-ാമത്തെ വയസ്സിൽ ക്രിസ്തുവിന് വേണ്ടി സേവനം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു സിസ്റ്റർ നമ്മുടെ കൂടെയുണ്ട്. നല്ലൊരു പാട്ടുകാരി സിസ്റ്റർ, അനേകർക്ക് സാക്ഷ്യമായി മാറിയ ഈശോയുടെ സ്വന്തം സിസ്റ്റർ ഷാൻഡി FCC. ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. താങ്ക് യു ഫാദർ. സുഖമാണോ സിസ്റ്ററെ? സുഖം തന്നെ. സിസ്റ്റർ ഇപ്പോൾ എവിടെ നിന്ന് വരുന്നു? മൂവാറ്റുപുഴയാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഭവനം. അവിടെ നിർമ്മല ജൂനിയർ സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ആയിട്ട് ഇപ്പം പഠിപ്പിക്കുവാണ്, സംഗീതം പഠിപ്പിക്കുവാണ്. ഒരു സംഗീതം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ മറ്റു വിശേഷങ്ങളൊക്കെ എല്ലാം കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം. ഓക്കെ അച്ഛാ. പുലർക്കാലദീപമായി ഇന്നാത്മാവിൽ വാഴാൻ വരൂ യേശുവേ. ഇരുൾ നീക്കി മാനസേ നവോന്മേഷമേകാൻ വരൂ യേശുവേ. മുഖം വാടും നേരവും മനം നീറിടുമ്പോഴും ഉണർവേകി ശാന്തി തൂകും മഹ
സ്തുതികളാൽ എന്നാത്മസ്പന്ദനം പുലർക്കാല ദീപമായി ഇന്നാത്മാവിൽ വാഴാൻ വരൂ യേശുവേ. ഇരുൾ നീക്കി മാനസേ നവോന്മേഷമേകാൻ വരൂ യേശുവേ. മുഖം വാടും നേരവും മനം നീറിടുമ്പോഴും ഉണർവേകി ശാന്തി തൂകും മഹാസ്നേഹമേ. പുലർക്കാല ദീപമായി ഇന്നാത്മാവിൽ വാഴാൻ വരൂ യേശുവേ. മനോഹരമായിട്ട് സിസ്റ്റർ പാടി. ഞാൻ എൻ്റെ സെമിനാരി ജീവിതം പെട്ടെന്ന് ഓർത്തുപോയി. ഞങ്ങളൊക്കെ ഏറെ ആസ്വദിച്ചിരുന്ന ഒരു ഗാനമാണിത്. പ്രഭാതത്തിൽ വന്നിട്ട് ഇതിൻ്റെ പിച്ച് ലോയും ഉണ്ട്, ഹൈയൊക്കെ എന്ത് സിമ്പിളായിട്ടാണ് സിസ്റ്റർ പാടുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ സെമിനാരിയിൽ കൈകൾ കൂപ്പി പ്രഭാതത്തിൽ പാടുന്നൊരു പാട്ടാണിത്. അപ്പോൾ ഹൈ പിച്ച് കുരമ്പ് എല്ലാവരും ഭയങ്കര ഒരു എനർജിയിലങ്ങ് പാടുന്ന പാട്ട്. അപ്പോൾ ഞാനപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചെറിയ ഷട്ടൊക്കെ ഇട്ടാണല്ലോ. അപ്പോൾ പെട്ടെന്ന് കുട്ടിക്കാലത്തേക്ക് എൻ്റെ മനസ്സ് പോയി. നല്ലൊരു എന്നാ പറയുന്ന ഒരു ദൈവത്തോട് ഏറ്റവും പ്രഭാതത്തിൽ തന്നെ ഈശോയെ വരണേ എന്നുള്ളൊരു പ്രാർത്ഥന തന്നെയാണ്. ഈ ദിവസം ചിലപ്പോൾ സങ്കടങ്ങളായിരിക്കാം, ഏത് നിമിഷവും വരാം, പക്ഷെ നീ കൂടെ ഉണ്ടായിരിക്കണമെന്നുള്ള നല്ലൊരു ഗാനം. അത് വീണ്ടും നല്ല സ്വരത്തിൽ കേൾക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് അനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ സിസ്റ്റർ അപ്പോൾ സംഗീതം പഠിച്ച് അല്ലേ സംഗീത മേഖലയിലേക്ക് ഇനി വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇനിയിപ്പോൾ അവിടെ നിന്നാണോ ഈ സംഗീത മേഖലയിലേക്ക് വന്നത്? അതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യാമോ? പറയാം. അതായത് എൻ്റെ അച്ചാച്ചനും അച്ചാച്ചൻ്റെ കുടുംബവും മൊത്തമായിരുന്നു പള്ളിയിലെ പാട്ടുകാർ. അച്ചാച്ചൻ ഹാർമോണിയവും കീബോർഡും വായിക്കും. അച്ചാച്ചൻ്റെ അനിയന്മാർ 2 പേര് വയലിൻ വായിക്കും. അച്ചാച്ചൻ്റെ ചേട്ടൻ്റെ മകൻ തബല, ഞാൻ പാട്ട്. അങ്ങനെയായിരുന്നു. അതെ, സംഗീത കുടുംബമായിരുന്നു. പള്ളിയിൽ 3-ാം ക്ലാസ് മുതൽ പാടുമായിരുന്നു. അപ്പോൾ ഏതാണ്ട് 3-ാം ക്ലാസ്സിൽ വെച്ച് തന്നെ എനിക്ക് ദൈവവിളി കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം 3-ാം ക്ലാസ്സിൽ മുതൽ അവിടുത്തെ സിസ്റ്റേഴ്സ് തന്നെ പാട്ട് പഠിപ്പിക്കുകയും പാട്ടിനായിട്ട് കൊണ്ടുനടക്കുകയും മത്സരത്തിന് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട്, ഇങ്ങനെ സിസ്റ്ററായിട്ട് പിള്ളേരെ മത്സരത്തിന് പാട്ട് പഠിപ്പിച്ച് കൊണ്ടുപോകണമെന്ന്. അതെല്ലാം ജീവിതത്തിൽ സാധിച്ചു കേട്ടോ. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. അന്ന് മുതൽ സിസ്റ്റേഴ്സ് എന്നെ ഒത്തിരി വളർത്തിയിട്ടുണ്ട്. അന്ന് തിരുഹൃദയമഠത്തിലെ സിസ്റ്റേഴ്സാണ് എന്നെ പഠിപ്പിച്ചതും. മ്യൂസിക്കിൽ എനിക്ക് ആദ്യം ട്രെയിനിങ് അവരാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു മത്സരത്തിന് പോയപ്പോൾ തൊടുപുഴ സരിഗ കൊയറിൽ എന്നെ എടുത്തു, അവിടുത്തെ കൊയറിൽ പാടാനായിട്ട്. അങ്ങനെ ഞാൻ 10-ാം ക്ലാസ് വരെ അവിടെ പാടിയായിരുന്നു. അതിനിടയ്ക്ക് ഏഞ്ചലോയ്സുകാർ വിളിച്ചിട്ടുണ്ട്, ഏഞ്ചലോയ്സിൽ പാടി. സിസ്റ്ററായിട്ടും അവരിപ്പോഴും എന്നെ ഏഞ്ചലോയ്സിലെ കൊയറിന് വിളിക്കാറുണ്ട്. അങ്ങനെ ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. 6-ാം ക്ലാസ് മുതൽ ഞാൻ അങ്ങനെ പാടാനൊക്കെ നടന്നെങ്കിലും എനിക്ക് ദൈവവിളി ഒന്നും നഷ്ടപ്പെട്ടില്ല. അന്ന് എൻ്റെ മനസ്സിൽ സിസ്റ്ററായി പാടാൻ പോകുന്നത് എൻ്റെ സ്വപ്നത്തിൽ ഒരെണ്ണമാണ്. അങ്ങനെയാണ് എനിക്ക് സത്യത്തിൽ 10-ാം ക്ലാസ്സിൽ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മഠത്തിൽ ചേർന്നു. അപ്പോൾ അന്നത്തെ വികാരിയച്ഛൻ എന്നെ ഇന്ന മഠത്തിൽ പോകാൻ നിനക്ക് നല്ലത് FCC ആണെന്ന് പറഞ്ഞ് എന്നെ FCC മഠത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അച്ഛനാണ്. അപ്പോൾ ഏത് മഠത്തിൽ ചേരണം എന്നുള്ളൊരു ആകുലത ഒന്നും ഇല്ലായിരുന്നു? വികാരിച്ചൻ വഴി നേരെ ആദ്യം എനിക്ക് SH പോയാലോ എന്ന് ഉണ്ടായിരുന്നു. പക്ഷേ വികാരിയച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പം എന്തായാലും ഞാൻ അങ്ങോട്ട് തന്നെ വഴി ക്ലിയറായി. ഇപ്പോൾ സ്കൂളിൽ അത് കഴിഞ്ഞ് 10-ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ മഠത്തിൽ ഉടനെ ചേർന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സിസ്റ്റർ ആയതിനു ശേഷം അവിടെ വെച്ചും നമ്മുടെ സഭാധികാരികൾ നല്ല പ്രോത്സാഹനമായിട്ട് എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും എനിക്ക് താഴേക്ക് പോരാൻ ഒരിടം വന്നിട്ടില്ല. എല്ലാം നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുമായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് സിസ്റ്റർ ആയതിനു ശേഷം ആ വർഷം തന്നെ കലാഭവനിൽ ഞാൻ പാട്ട് പഠിക്കാൻ പോയി. അതിൻ്റെ ഗാനഭൂഷണമാണ് കലാഭവനിൽ ആബേലച്ചനുണ്ടായിരുന്ന കാലത്താണ്. അപ്പോൾ അവിടെ വെച്ച് ഒത്തിരി അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ആബേലച്ചൻ മുഖേനയാണ് അവിടെ എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് RLV കോളേജിൽ നമ്മൾ മ്യൂസിക്കിൻ്റെ പരീക്ഷ എഴുതി പാസ്സായി.
ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ സ്കൂളിൽ കയറുകയാണ് ചെയ്തത്. നല്ലൊരു സംഗീത മേഖലയിൽ തന്നെ, പ്രത്യേകിച്ച് ആ ബെലച്ചൻ്റെ കലാഭവൻ അവിടെയും എല്ലാം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സംഗീതത്തിൻ്റെ സിസ്റ്ററിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇപ്പോൾ ഞാൻ ഈ പിള്ളർക്കാല ആ ഒരു പാട്ടിൽ തന്നെ വളരെ രസകരമായിട്ടാണ് ആ സംഗതികളൊക്കെ എടുത്ത് നമുക്കൊന്നും പറ്റാത്ത കാര്യമാണ് അതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാം നല്ല ഒരു ഫൗണ്ടേഷൻ സംഗീതത്തിലുണ്ട്. അത് കുട്ടികൾക്ക് വളരെ ഉപയോഗമാണ്. അപ്പോൾ സിസ്റ്റർ ഇപ്പോൾ സ്കൂളിലായിരിക്കുന്ന എത്ര വർഷമായി ഇപ്പോൾ ഈ സ്കൂൾ? 30 വർഷമായിട്ട് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു. അല്ലല്ല, ഞാൻ ആദ്യം 13 വർഷം നിർമ്മല സ്കൂളിലായിരുന്നു വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് എയ്ഡഡിൽ കിട്ടി. മുതലക്കുടം സീക്രട്ട് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിൽ പിന്നെ പഠിപ്പിച്ചു 16 വർഷം. ഇപ്പം ഞാൻ പെൻഷനായി ഈ വർഷം. അത് കഴിഞ്ഞ് വീണ്ടും നിർമ്മല സ്കൂളിലേക്ക് തന്നെ കയറി. അത് അൺഎയ്ഡഡ് ആണ്. അപ്പം നമുക്ക് വയ്യാതെ ആവണോടം വരെ അവിടെ പഠിപ്പിക്കാം. അങ്ങനെ ഞാൻ വീണ്ടും അവിടെ കയറിയിരിക്കുവാണ് ഈ വർഷം. ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ, കാരണം ചെറുപ്പം മുതലേ സംഗീതം മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്, കുട്ടികൾക്കും ഒക്കെ. അപ്പോൾ അത് പെൻഷനായി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ദൈവം അതിനൊരു മുടക്കവും വരുത്തുന്നില്ല. ഇപ്പോൾ വീണ്ടും അല്ലേ കുട്ടികളെ പഠിപ്പിക്കാനും മറ്റുള്ളവർക്കൊക്കെ പ്രചോദനമായി മാറുവാനായിട്ട് അതിൻ്റെ വോയിസ് ദൈവം അത്രമാത്രം അനുഗ്രഹിക്കുന്നുണ്ട്. ഭംഗിയായിട്ടാണ് പാടുന്നത്, ഒരു ടെൻഷനും ഇല്ല. ഞാൻ പറഞ്ഞ ഈ ഒരു ചെറുപ്പത്തിൻ്റെ അതേ വോയിസ് തന്നെ കീപ്പപ്പ് ചെയ്തുകൊണ്ട്. ഇത്ര പ്രായമായല്ലോ എന്ന് ഒരു വിചാരം എനിക്കുണ്ട്. ശ്വാസം അതുപോലെ സസ്റ്റെയിൻ കിട്ടുന്നൊന്നുമില്ല. പക്ഷെ തോന്നിയില്ല കേട്ടോ, ഒട്ടും തോന്നില്ല. വളരെ ഭംഗിയായിട്ടാണ് വാക്കുകൾ ക്ലിയർ, ശ്വാസത്തിൻ്റെ പ്രശ്നം ഒന്നും തോന്നിയില്ല സിസ്റ്റർ. അതേപോലെ നല്ല എന്നാ പറയുക, നമുക്കൊക്കെ ഒരു ഫീലിങ്. പാട്ട് പാടുമ്പോൾ ചുമ്മാ പാടാം, പക്ഷെ അതിൽ പ്രത്യേകിച്ച് ഈ പാട്ടൊക്കെ ഞങ്ങൾക്ക് ആദ്യം പഠിച്ച പാട്ടാണ്. അതൊരു ഫീലിങ്ങോട് കൂടി പാടുമ്പോഴാണ് നമുക്ക് ഓർമ്മയിലേക്ക്. അപ്പോൾ എൻ്റെ മനസ്സ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരാൻ കാരണം സിസ്റ്റർ ആ ഒരു ഫീലിംഗ് പാടിയത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് മറ്റുള്ളവർക്കൊക്കെ ഒരു ഈശോയ്ക്ക് കൊടുക്കാനും ഒക്കെ മാറുന്നത്. നമുക്കൊരു പാട്ട് കൂടി കേട്ടാൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി ഞാൻ പറയാ വെച്ചാൽ, ഞാൻ ഏഞ്ചലോയ്സിൽ ഫാദർ കുര്യാക്കോസ് കച്ചറമറ്റ അച്ഛൻ പാട്ട് എഴുതുമായിരുന്നു. അപ്പോൾ അച്ഛൻ ഇപ്പം മരിച്ചു പോയിട്ടോ. ഏഞ്ചലോയ്സിൻ്റെ ഡയറക്ടറായിരുന്നു അച്ഛൻ. അപ്പോൾ അത് അച്ഛന് ഒരു ഞങ്ങളുടെ സഭയുടെ ഫ്രാൻസിസ് അസീസി ഞങ്ങളുടെ സഭയുടെ പിതാവാണ്. ഫ്രാൻസിസ് അസീസി പിതാവിൻ്റെ സമാധാനഗാനം അച്ഛനെ എഴുതിയിട്ട് എന്നോടൊന്ന് ട്യൂൺ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ടോ ട്യൂൺ ചെയ്യാനൊക്കെ എനിക്ക് പേടിയായിരുന്നു. എന്നാലും ഞാനത് ട്യൂൺ ചെയ്ത് അച്ഛനെ കേൾപ്പിച്ചപ്പോൾ അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് ഞാൻ തന്നെ അന്ന് പാടി. എത്ര വർഷം മുമ്പ്? ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. ആ പാട്ടാ ഞാനൊന്ന് പാടാനായിട്ട്. തീർച്ചയായും ഞങ്ങൾ കേൾക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. ഓക്കെ. സാന്ത്വനമേകുമി ശാ
അസാധ്യമായിട്ട് പാടി. കണ്ണുനീരോട് കൂടിയാണ് ഈ പാട്ട് നമ്മൾ പാടേണ്ടത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ആശ്വാസം, ഞാൻ ഓർക്കുക ഇതൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം പവറാണ് അത് പാട്ടായിട്ട് മാറുമ്പോൾ. ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അത് അപ്പോൾ ഹൃദയത്തിൽ എല്ലാ പ്രാർത്ഥനയും സ്പർശിക്കണമെന്നില്ല. പക്ഷെ ഈ ഒരു സഭാസ്ഥാപകൻ്റെ ആ ഒരു പ്രാർത്ഥന അതൊരു പാട്ടായിട്ട് സിസ്റ്റർ മാറ്റിയപ്പോൾ അതിൻ്റെ തീഷ്ണത വളരെയേറെയാണ്. ഉള്ളിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് നമുക്കത് പാടാൻ പറ്റുള്ളൂ, അതൊരു പ്രാർത്ഥനയായിട്ട് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സിസ്റ്ററിൻ്റെ ആദ്യത്തെ എന്താ പറയുന്ന ലിറിക്സ് മാത്രം നമ്മുടെ സൂപ്പർ ലിറിക്സാണ്. പക്ഷെ അതിനൊരു ജീവൻ നൽകിയത് സിസ്റ്ററിൻ്റെ സംഗീതവും അതുപോലെ തന്നെ പാട്ടുമാണ്. അപ്പോൾ ഈ ഒരു പാട്ട് ഒരുക്കാനുള്ള ഞാൻ അച്ഛനിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഇതുവരെ ട്യൂൺ ചെയ്തിട്ടില്ല ഒന്നും പാട്ട്. അപ്പം അച്ഛൻ ചോദിച്ചപ്പോൾ ഞാൻ നോക്കാം അച്ഛാ എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കൊരു ടെൻഷനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ വാക്കുകൾ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ ടച്ച് ചെയ്യും ഭയങ്കരമായിട്ട് ഈ വാക്കുകൾ. അന്നേരം ഞാൻ ചുമ്മാ വെറുതെ നോക്കി ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിൽ ടച്ച് ചെയ്യണ പോലെ തോന്നി. അത് ഞാൻ പാടി അച്ഛനെ ഒന്ന് കേൾപ്പിച്ചു. അന്നേരം അച്ഛൻ അത് ഭയങ്കര നല്ലതാണ്, ഇത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് ട്യൂൺ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായത്. നല്ല ജീവനാണ് ആ ഒരു പാട്ടിന് സിസ്റ്റർ നൽകിയത്. ഓക്കെ. അനുഗ്രഹമുള്ള കുടുംബമാണ്. അപ്പോൾ കുടുംബത്തെ പറ്റി ഒന്ന്, ആരൊക്കെയുണ്ട് വീട്ടിൽ? ഞങ്ങളുടെ വീട്ടുപേര് വേണാട്ടെന്നാണ്. എൻ്റെ അച്ചാച്ചൻ 2 വർഷം മുമ്പ് മരിച്ചുപോയി. പള്ളിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരുന്നതാണ് എൻ്റെ അച്ചാച്ചന്. ഇപ്പം അമ്മച്ചിയും ഞങ്ങൾ 6 മക്കളാണ്. എൻ്റെ ചേച്ചി ഒരു സിസ്റ്ററാണ്, SDയിലാണ്, ഡൽഹി പുഷ്പധാം പ്രോവിൻസിൽ. ബാക്കി എല്ലാവരെയും കല്യാണം കഴിച്ചു വിട്ടു. ഒരു ബ്രദറ് വീട്ടിൽ തറവാട്ടിലുണ്ട്. 2 പേര് സിസ്റ്റേഴ്സ്. അങ്ങനെ പിന്നെ എല്ലാവരും കുറേശ്ശെ പാട്ട് പാടും. ഇങ്ങനെ പാട്ട് പഠിച്ച് പാടുന്നത് ഞാനും മാത്രമേ ഉള്ളൂ. അപ്പം അത് നമ്മൾ സഭയിൽ ചേർന്ന് കഴിഞ്ഞ്. അതെ, അതിന് മുമ്പ് ഞാൻ ഏഞ്ചലോയ്സിലെ വിൻസെൻ്റ് സാർ എന്നെ കുറച്ച് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ പാട്ട് പഠിപ്പിച്ചിട്ട് വിടാനായിരുന്നു മഠത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴും അന്നേരം അച്ഛനാണ് പറഞ്ഞത്, ദൈവവിളി കിട്ടുമ്പോഴാണ് വിടേണ്ടത് അവരെ, അല്ലാതെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞ് എന്നെ അന്നേരം തന്നെ ഞാൻ അച്ഛനോട് പോയി പറഞ്ഞപ്പോൾ അച്ഛന് ആണ് സപ്പോർട്ട് ചെയ്ത് എന്നെ പെട്ടെന്ന് വിട്ടത്. ഞാൻ ഓർക്ക് ചെയ്ത് അപ്പോൾ എന്നെ അച്ഛൻ വഴിയാക്കി ആയിട്ട് അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ സിസ്റ്റർ പറഞ്ഞു അമ്മമാരുടെ കൂടെയാണ് നടന്നിരുന്നത്. അതെ. അപ്പോൾ അതെല്ലാം വേറെ ഒരു ചിന്തയിലേക്കോ പ്രൊഫഷനിലേക്കോ ജോലി മേഖലയിലേക്കൊന്നും ചിന്തിക്കാതെ ദൈവം ചെറുപ്പം മുതലേ അങ്ങ് ഒരുക്കി. അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഞാൻ ഇഷ്ടം പോലെ മത്സരത്തിന് പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം സ്റ്റേറ്റിൽ എനിക്ക് കഥാപ്രസംഗത്തിന് 1ാം സ്ഥാനം കിട്ടിയതാണ്. അപ്പോൾ അതൊക്കെ സ്കൂളിലെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. അന്ന് ഞങ്ങളുടെ സ്കൂളായിരുന്നു ഇടുക്കി ജില്ലയിലെ 1ാമത്തെ സ്കൂള്, സെൻറ്റ് റീത്താസ് ഹൈസ്കൂൾ പൈങ്കുളം. അന്നത്തെ കാലത്ത് ഞങ്ങളുടെ സ്കൂളിലെ പ്രോത്സാഹനം കൊണ്ടാണ് അത് 1ാം സ്ഥാനത്തേക്കൊക്കെ. അവരുടെ പ്രോത്സാഹനവും പരിശീലനവും നിരന്തരം പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മഠത്തിൽ 1 മാസമൊക്കെ വന്ന് കിടന്നിട്ടുണ്ട് ഈ രാത്രി പ്രാക്ടീസൊക്കെ ആയിട്ടേ. എന്നാലും എനിക്കറിയാം ഒരു മഠത്തിൽ എന്താണെന്നുള്ളതൊക്കെ. അന്നേരം എനിക്ക് അറിവോട് കൂടിയാണ് ഞാൻ മഠത്തിൽ ചേർന്നത്. ഒരു മഠത്തിലെ ജീവിതത്തെപ്പറ്റി ഏകദേശം എനിക്കൊരു അറിവുണ്ടായിരുന്നു 10ലെത്തിയപ്പോഴും. അങ്ങനെയാണ്, ഞാൻ അറിയാൻ പാടില്ലാതെ വന്നതല്ല. അപ്പോൾ എല്ലാം പ്രോത്സാഹനം നിരവധിയായിട്ട് പലരിൽ നിന്നും സിസ്റ്ററിന് കിട്ടി. അപ്പം അതുകൊണ്ട് സിസ്റ്റർ ഇപ്പോൾ ഇവിടെയോ ഞങ്ങളുടെ കൂടെയുണ്ട്. അനേകർക്കൊക്കെ ഈശോയെ കൊടുക്കാനായിട്ട് പാട്ടിലൂടെയൊക്കെ സാധിക്കുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് അനുഗ്രഹത്താൽ നിറഞ്ഞിരിക്കുകയാണ് സിസ്റ്ററിൻ്റെ ഒരു സാന്നിധ്യത്തിൽ, പാട്ടിൽ. പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ എങ്ങനെ പാട്ടായിട്ട് മാറ്റുമെന്നും അതെങ്ങനെ തമ്പുരാനിലേക്ക് മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റുമെന്നൊക്കെ സിസ്റ്റർ വളരെ വ്യക്തമായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ഒരു പാട്ട് എത്രത്തോളം എങ്ങനെ പാടണമെന്ന്, ചുമ്മാ പാടിയ പോരാ, എങ്ങനെ പാടണമെന്നും ഒക്കെ സിസ്റ്റർ ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും സിസ്റ്ററിൻ്റെ പാട്ട് കേൾക്കാനും സ്വരം കേൾക്കാനൊക്കെ ഒരു ഭാഗ്യമുണ്ടായി. അപ്പോൾ ഒത്തിരി 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 നന്ദി സിസ്റ്ററെ. ദൈവം സമൃദ്ധമായിട്ട് സിസ്റ്ററിനെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം എൻ്റെ പാട്ട് കേട്ടില്ലേ? അച്ഛൻ മനോഹരമായ പാട്ട് ആലപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിലും ഒരു പാട്ടും കൂടി ഒന്ന് കേൾക്കണം. ഒരു പാട്ട് ഞാൻ പാടാം. ഇത് നമുക്ക് മാത്യു ടി ജോൺ ബ്രദർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നിരവധി പാട്ടുകൾ പാടിയിട്ടുണ്ട്.
നല്ല വചന പ്രഘോഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ ഏറ്റെടുത്തൊരു പാട്ടുണ്ട്, നമ്മുടെ പിന്നെ കപ്പൂച്ചൻ ബ്രദേഴ്സ് അവർ പാടിയ എന്താ പറയുക എന്താ ചെയ്യുക എന്നുള്ളൊരു രസകരമായിട്ടുള്ള പാട്ട്. അപ്പോൾ ആ പാട്ട് ഞാനൊന്ന് പാടാൻ ശ്രമിക്കാം. ഓക്കെ. എന്താ പറയാ എന്നെ ഇപ്പ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്നെ പറയാനാ നീ. എന്താ പറയാ എന്നെ ഇപ്പ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്നെ പറയാനാ നീ. യേശു എന്നെ കണ്ടു, തൻ്റെ ചങ്കു തന്നു, ചോര കൊടുത്തെന്നെ തൻ്റെ സ്വന്തമാക്കി. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാന്നേ, അപ്പൻ്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാന്നേ, അപ്പൻ്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. എന്താ പറയാ എന്നെ ഇപ്പ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്നെ പറയാനാ നീ. കയ്യിലിരിപ്പു മോശം, ആകെ മൊത്തം ദോഷം, ഉള്ളിലെല്ലാം രോഷം ആയിരുന്നെന്നെ. യേശുവിൻ സുവിശേഷം ഉള്ളിൽ വന്ന ശേഷം പാപങ്ങളെ ശേഷം മാറിപ്പോയല്ലോ. കയ്യിലിരിപ്പു മോശം, ആകെ മൊത്തം ദോഷം, ഉള്ളിൽ വന്ന രോഷം ആയിരുന്നെന്നെ. യേശുവിൻ സുവിശേഷം ഉള്ളിൽ വന്ന ശേഷം പാപങ്ങളെ ശേഷം മാറിപ്പോയല്ലോ. എന്താ പറയാ എന്നെ ഇപ്പ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്നെ പറയാനാ നീ. എന്താ പറയാ എന്നെ ഇപ്പ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്നെ പറയാനാ നീ. അടിപൊളി പാട്ട്. പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. നല്ല രസമുണ്ട്. ഇത് ഞാനൊരു ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ പാടിയപ്പോൾ ഒരു പയ്യമെന്ന് പറഞ്ഞത് എനിക്കൊക്കെ പറ്റിയ പാട്ടാച്ച. കാരണം ഞാൻ തല്ലിപ്പൊളിയാണ്, ഞാൻ അലമ്പനാണ്, എന്നെ ഈശോയ്ക്ക് അറിയാമല്ലോ, രക്ഷിക്കണേ, എൻ്റെ കൂടെ ആയിരിക്കണം എന്നുള്ള ഒരു പിള്ളേർക്ക് ഒരു ചെറിയ അതെ 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 അങ്ങനെ ഒരു ഉള്ളു തുറന്ന് ചിലപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ പല അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ തെറ്റിൽ വീണു പോകുന്ന പിള്ളേർ ഒരു എന്നെ പ്ലെയിൻ ആയിട്ടുള്ള പ്രാർത്ഥനയാണ്. ഞാൻ അലമ്പനാണ്, ഇതിൽ വരികളുണ്ടല്ലോ, ഞാൻ തല്ലിപ്പൊളിയാണ് ഈശോയെ, പക്ഷെ നിന്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രാർത്ഥന. ഇത് യുവജനങ്ങളൊക്കെ പിള്ളേർ സെറ്റും ഒക്കെ ഒരു ഏറ്റെടുത്തൊരു ഗാനമാണ്. അത് ഒരു നല്ലൊരു സൃഷ്ടിയാണ്, ഒരു പാടാനായിട്ട് സാധിച്ചു. നന്നായിട്ട് പാടുകയും ചെയ്തു. നല്ല പാട്ട്. താങ്ക് യു സിസ്റ്ററെ. ഒരിക്കൽ കൂടി സിസ്റ്ററിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറയാണ്. ഇതിന് ദൈവത്തിന് പ്രത്യേകം നന്ദി. സിസ്റ്ററിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടാനും സിസ്റ്ററിൻ്റെ സംഗീതം കേൾക്കുവാനും ദൈവവിളിയൊക്കെ ചെറുപ്പത്തിൽ 15-ാം വയസ്സിൽ ഈശോയുടെ പ്രകാശം തിരിച്ചറിഞ്ഞ് പോയതൊക്കെ സിസ്റ്റർ പറഞ്ഞു. ഞങ്ങളുടെ പ്രാർത്ഥന സിസ്റ്ററിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വീണ്ടും നമുക്ക് കാണണം. താങ്ക് യു സോ മച്ച്. ഹെവൻലി മെലോഡീസിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പാട്ടുകളും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.